ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ മൈസൂർ പാർട്ട് 2 യാത്രയിലായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വയനാട് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ അപ്പവും ബാജിയായിരുന്നു നമ്മൾ കഴിച്ച്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഹോട്ടലിലായിരുന്നു, നല്ല നാടൻ ഭക്ഷണമായിരുന്നു. ഇവിടെ വന്നവർ ഈ ഹോട്ടലിൽ കയറി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ആഹാരമാണ് കേട്ടോ. പിന്നെ വയനാട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുരം കയറാൻ ശരിക്കും നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ മലയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ, കോടമഞ്ഞൊക്കെ കൂടി. അങ്ങനെ നമ്മൾ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങനെ യാത്ര തുടർന്ന് ഒരു ഹിൽ ടോപ്പിലെത്തി. നല്ല രസമായിരുന്നു കേട്ടോ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുളയരി പായസം കുടിച്ചു. നല്ല ഔഷധ ഗുണമുള്ള പായസമായതുകൊണ്ട് നമ്മളത് നന്നായിട്ട് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കന്നഡ എത്തി. നമ്മൾ ഫോറസ്റ്റിൻ്റെ ബില്ലൊക്കെ അടച്ച് നമ്മൾ അങ്ങ് കയറി. 20 രൂപയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മയിലും മാനിനെയൊക്കെ കണ്ടു. കരടീനെയും പുലീനെയൊന്നും ഞാൻ കണ്ടൊന്നുമില്ല. ആനേനെയൊന്നും വരും എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഒരു ഉടുപ്പി ഹോട്ടലിൽ കയറി. താലിയാണ് കേട്ടോ പറഞ്ഞത്, സൗത്ത് ഇന്ത്യൻ താലി. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഒരു ഓക്കെ ഫുഡായിരുന്നു. പിന്നെ നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റ് കയറി, സൂര്യകാന്തി പൂക്കളെ കണ്ടു. അങ്ങനെ കുറേ ഇരുന്ന് വട്ടം കറങ്ങിയിട്ടാണ് അവസാനം നമ്മൾ ആ അമ്പലം കണ്ടുപിടിച്ചത് തന്നെ. അപ്പോൾ നരസിംഹൻ്റെ അമ്പലമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം കാറിൽ നിന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ പ്രസാദമൊക്കെ കൊണ്ടുവന്നു, ലഡുവും പിന്നെ അടുത്ത റൈസും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹോട്ടലിൽ കയറി വീണ്ടും സ്റ്റേ ചെയ്യാനായിട്ട്. ഇപ്പോൾ രാത്രി നമ്മൾ അവിടെ ഉണ്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് റിസോർട്ടായിരുന്നു. നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി റൂം എടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ റൂം 207. ബാത്റൂമും റൂമൊക്കെ ആയി സെറ്റായി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെ തന്നെ ഉള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ ഹോട്ടലിൽ. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ ഇപ്പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ പാർക്ക്. ഞങ്ങളുടെ കട്ടിരിപ്പിന് ശേഷം ഞാൻ നല്ല അടിപൊളി ബിരിയാണി വന്നായിരുന്നു. ബിരിയാണി കുഴപ്പമില്ലായിരുന്നു, ഇച്ചിരി ഉപ്പ് കൂടിപ്പോയെന്ന് ചെറിയ ഡൗട്ട്. പക്ഷേ തൈരും കൂട്ടി കഴിക്കുമ്പോൾ ബാലൻസായി. അങ്ങനെ നമ്മൾ ബിരിയാണി ഫിനിഷ് ചെയ്തു. നേരെ നടന്ന് റൂമിലോട്ട് കയറി. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.